അക്കു ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. അവന് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് മിനി കൂപ്പർ. അതുമെടുത്ത് തന്റെ ഫ്രണ്ട്സിനൊപ്പം ഒന്ന് ചുറ്റാൻ പോയതായിരുന്നു അവൻ. അവന്റെ സ്പീഡ് കണ്ട് കൂടെയുള്ളവരൊക്കെ കണ്ണും കാതും അടച്ച് പേടിച്ച് ഭയന്നിരിക്കുകയാണ്. അക്കുവിന്റെ കാർ ഹൈവേയിൽ നിന്നും നാട്ടിക റോഡിലേക്ക് പ്രവേശിച്ചു. ഈ സമയത്താണ് ആയിഷ തന്റെ സ്കൂട്ടിയിൽ നാട്ടിക റോഡിനെ ക്രോസ് ചെയ്ത് അവളുടെ വീട്ടിലേക്കുള്ള കട്ട് റോഡിലേക്ക് പോകാൻ ശ്രമിച്ചത്. വണ്ടിയുമായി റോഡ് ക്രോസ് ചെയ്യവേ റോക്കറ്റ് വേഗത്തിൽ മിന്നായം പോലെ ഒരു കാറ് നാട്ടിക റോഡിലൂടെ വരുന്നത് കണ്ടു. അവളുടെ സ്പീഡിൽ സഞ്ചരിച്ചാൽ അതിനെ തട്ടുമെന്ന് അവൾക്ക് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തു. റോഡ് പാസ് ചെയ്യാൻ വേണ്ടി അമിത വേഗം എടുത്തത് കാരണം റോഡിന്റെ മറുവശത്തുള്ള ചെറിയ സ്ഥലത്ത് അവൾക്ക് വണ്ടി നിർത്താൻ പറ്റിയില്ല. അതവിടുന്ന് പോയി താഴെയുള്ള ചളിയും കണ്ടത്തിലേക്ക് അവളടക്കം മറിഞ്ഞു വീണു. അയ്യോ ഉമ്മ, അവൾ നിലവിളിച്ചു. എടാ, നമ്മുടെ വണ്ടിയുടെ വേഗത കണ്ടിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ആ പെങ്കൊച്ച് വണ്ടിയെടുത്ത് കണ്ടത്തിലെ ചളിയും കുണ്ടിലിട്ടു. അക്കു അത് കണ്ടു. അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി. കൂട്ടുകാരൊക്കെ ചാടിയിറങ്ങി കണ്ടത്തിലേക്ക് ഇറങ്ങി. ദേഹമാസകലം ചളിയിൽ പുരണ്ട പെൺകുട്ടി ആൾക്കാരെ കണ്ടപ്പോ വേഗം ചാടി എണീക്കാൻ ശ്രമിച്ചു. 8 അടിയോളം താഴ്ചയുള്ള ഉഴുതുമറിച്ച ആ ചളിയും കണ്ടത്തിലേക്കുള്ള വീഴ്ചയിൽ സ്കൂട്ടറടക്കം അവൾ ചളിയിൽ പൂണ്ടുപോയിരുന്നു. അവരൊക്കെ ചേർന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുകളിലെത്തിച്ചു. കൂട്ടുകാരിൽ 2 പേർ സ്കൂട്ടറും പൊക്കിയെടുത്ത് മുകളിലെ റോഡിൽ കൊണ്ടുവന്നു. വല്ലതും പറ്റിയോ? അക്കു ചോദിച്ചു. ഇനി എന്ത് പറ്റാൻ ബാക്കി? അവൾ തമാശ പറഞ്ഞതാണെങ്കിലും ഒടുവിൽ കരച്ചിലിന്റെ വക്കോളമെത്തി. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അക്കു അവളോട് ചോദിച്ചു. തിരിച്ചങ്ങോട്ടൊരു ചോദ്യമായിരുന്നു. നിങ്ങളാണോ കാർ ഓടിച്ചത്? ആണ്. എന്താ കുഴപ്പം? എന്തൊരു മരണം പാച്ചിലാണിഷ്ട. നിങ്ങളുടെ കാറിന്റെ വരവ് കണ്ടിട്ട് ഞാൻ പേടിച്ച് അന്തം വിട്ടുപോയിട്ട് കണ്ടത്തിൽ കൊണ്ടിട്ടതാ. അത് കേട്ട് അക്കു ചിരിച്ചു. എന്റെ കൂട്ടുകാരി, എന്റെ കാറ് ഇനിയും നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനെടുത്ത ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല. ദേ 30 മീറ്റർ അപ്പുറത്താ ഉള്ളത്. അവൾ വീണെടുത്തു നിന്നും ആ കാറ് അവിടെ എത്താൻ 10-30 മീറ്റർ ദൂരമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും അവൾ വിട്ടില്ല. നിങ്ങൾ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചു വന്നതുകൊണ്ടല്ലേ എനിക്ക് അപകടം ഉണ്ടായത്. എടാ, നിയമം, ഈ കൊച്ചു നിയമം പറയുകയാണ്, ഒരുവൻ കളിയാക്കി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ, വേറൊരുത്തൻ പറഞ്ഞു. അപ്പോൾ അക്കു കയറി ഇടപെട്ടു. വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടാതിടത്തോളം ഒരു നിയമവും പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചെ. അതൊക്കെ പോട്ടെ, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാം. കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. ഈ ചളി കാരണം നിനക്ക് കണ്ണ് കാണുന്നുണ്ടോ? മുഖമൊന്നും കാണുന്നില്ലല്ലോ. അത് ശരിയാക്കൂ. നിന്റെ വണ്ടിയിൽ വെള്ളമുണ്ടെങ്കിൽ അവൾക്ക് മുഖം കഴുകാൻ കൊടുക്ക്. വെള്ളമുണ്ട് സീറ്റിനടിയിൽ, അക്കു പറഞ്ഞു. ആരോ ഒരാൾ പോയി വണ്ടിയിൽ നിന്ന് നിറയെ വെള്ളമുള്ള കന്നാസ് എടുത്തു കൊണ്ടുവന്ന് അക്കുവിന് നേരെ നീട്ടി. ഈ വെള്ളം ഏതാണെന്നറിയോ? ഇത് എന്റെ അങ്കിളിന് കൊടുക്കാൻ ഇളയപ്പ മക്കയിൽ നിന്ന് തന്നയച്ച സംസം വെള്ളമാണ്. സാരമില്ല, ഇവള് മുഖം കഴുകട്ടെ. ഇങ്ങത്താ. അക്കു ആ കന്നാസ് വാങ്ങിച്ച് അവളുടെ തലവഴി ആ വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുത്തു. അവളുടെ മുഖത്തിലെ അഴുക്കും തട്ടത്തിലെ അഴുക്കും വസ്ത്രത്തിന്റെ മേലിലുള്ള അഴുക്കുമൊക്കെ പതുക്കെ തുടച്ചു കളഞ്ഞു. കരിമേഘങ്ങൾക്കിടയിൽ നിന്ന് പൂർണ്ണചന്ദ്രൻ പുറത്തു വരുന്നത് പോലെ ആയിഷയുടെ മുഖസൗന്ദര്യം അക്കു ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ധാരധാരയായി മുഖത്ത് വീണപ്പോൾ തെളിഞ്ഞു വന്നു. എന്റെ അല്ലോ, ഇത്രയും സുന്ദരിയായിരുന്നോടി നീ? അക്കു അറിയാതെ ചോദിച്ചു പോയി. അവൾ അത് കേട്ട് ചിരിച്ചു. ഇനി ഇച്ചിരി കുടിക്കാൻ താ. അക്കു ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ അവൾ കൈ രണ്ടും നന്നായി കഴുകി. അതിനുശേഷം അവൻ അവളുടെ കയ്യിൽ പകർന്ന വെള്ളം അവൾ ചുണ്ടോട് ചേർത്ത് വലിച്ചു കുടിച്ചു. വെളുത്ത പട്ടുപോലത്തെ കയ്യിൽ മൈലാഞ്ചി ചിത്രങ്ങൾ വെള്ളത്തിൽ തിളങ്ങുന്നത് കണ്ട് അവൻ നോക്കി നിന്നു. എങ്ങനെ വീട്ടിൽ പോകും? ഇവിടെ അടുത്തു തന്നെയാ എൻ്റെ വീട്, ഞാൻ പോയിക്കോളാം. ചെളി പുരണ്ട അവളുടെ സ്കൂട്ടർ എല്ലാവരും കൂടി സ്റ്റാർട്ടാക്കി കൊടുത്തു. ആ വണ്ടിയിൽ കയറി എല്ലാവരെയും നോക്കി ചിരിച്ചിട്ട് അവൾ വണ്ടി മുന്നോട്ടെടുത്ത് വീട്ടിലേക്ക് പോയി. അക്കുവും കൂട്ടുകാരും ഒരു നിമിഷം അത് നോക്കി നിന്നു. പാവം കൊച്ച്, വാ പോകാം, അക്കു പറഞ്ഞു. ചമഞ്ഞൊരുങ്ങിപ്പോയ മകൾ കരിപുരണ്ട ഭൂതം പോലെ ചെളിപുരണ്ട് വണ്ടിയിൽ വരുന്നത് കണ്ട് ആയിഷയുടെ ഉപ്പയും ഉമ്മയും അന്തം വിട്ടു. എന്ത് പറ്റിയടി, ഇതെന്താ ഈ കോലത്തിൽ? ഉമ്മ ആദിയോടെ വരാന്തയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി വന്ന് ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ആയിഷയുടെ രൂപം കണ്ട് കളിയാക്കി ചിരിച്ചു. അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. കുറെ ആമ്പിള്ളർ കയറിയ കാർ തീപന്തം പോലെ ലക്കും ലഗാനും ഇല്ലാതെ വരുന്നത് കണ്ടപ്പോൾ എൻ്റെ വണ്ടിയുമായി നാട്ടിക റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ റോഡിലേക്ക് വരികയായിരുന്ന ഞാൻ പേടിച്ച് കണ്ടത്തിലേക്ക് വണ്ടിയും കൊണ്ട് വീണു. റബ്ബ് കാത്തു, ചളിയിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. നിനക്ക് മേലിനൊന്നും പറ്റിയില്ലല്ലോ മോളെ? ഉമ്മ സഫിയ ആശങ്കയോടെ ചോദിച്ചു. അവൾ ചുരിദാറിന്റെ കാൽ രണ്ടും പൊക്കി നോക്കി. 2 കാലിന്റെ മുട്ടും അല്പം ചോര പൊടിഞ്ഞിരിക്കുന്നു. ഇതുമാത്രം, വേറെ ഒന്നും പറ്റിയില്ല. പറ്റാൻ എന്ത്? ആ കണ്ടത്തിൽ നിറയെ ചളിയും വെള്ളമല്ലേ. ചുമ്മാ വണ്ടിയും കൊണ്ട് അതിലേക്ക് പോയി വീണതല്ലേ, അതിനാലൊന്നും പറ്റിയില്ല. എന്നിട്ട് അവന്മാരെവിടെ? ആ പിള്ളേരെ വഴക്ക് പറഞ്ഞോ നീ? ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ട് അകത്തുണ്ടായിരുന്ന ആങ്ങള സഫീർ മുറ്റത്തേക്കിറങ്ങി വന്ന് ചോദിച്ചു. എങ്ങനെ വഴക്ക് പറയും? അവരുടെ വണ്ടി 500 കിലോമീറ്റർ ദൂരെ തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു.
500 കിലോമീറ്ററോ? എൻ്റെ സഫീർക്ക, എൻ്റെ വണ്ടിയുടെ 7 അയലത്തെത്തുന്നതിന് മുമ്പ് ഞാൻ പേടിച്ചിട്ട് കണ്ടത്തിലേക്ക് പോയി വീണില്ലേ? അവരാണ് അതിന് കാരണമെന്ന് ഞാൻ എങ്ങനെ സ്ഥാപിക്കും? ഒക്കെ എൻ്റെ പേടിയല്ലേ കാരണം. ശരി ശരി, മോളകത്ത് കയറി കുളിച്ചോ. വണ്ടിയൊക്കെ സഫീർ കഴുകി വെച്ചോളും, ഉമ്മ സഫിയ പറഞ്ഞു. എൻ്റെ പട്ടി കഴുകും. ചുമ്മാ കൊണ്ടുപോയി ചളിയും കണ്ടത്തിലിട്ടതല്ലേ അവള്, ഓള് തന്നെ കഴുകട്ടെ, സഫീർ പറഞ്ഞു. എടാ, ഈ ചളിയൊക്കെ ഓള് കഴുകിയാ പോവോ? അതുകൊണ്ടാ നിന്നോട് കഴുകാൻ പറഞ്ഞത്. പോയില്ലെങ്കിൽ നാളെ സർവീസ് ചെയ്യാൻ പറ, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോകുന്നു. അതും പറഞ്ഞ് സഫീർ ഇറങ്ങി നടന്നു. എടി സഫിയ, നാളെ നമ്മുടെ മോൾ ആയിഷയെ നാട്ടികയിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ അയക്കണം. അതുകൊണ്ട് വണ്ടി കഴുകി ഞാൻ വെച്ചോളാം. ഈ ചളിയൊക്കെ രാവിലെ വരെ വച്ചാൽ ഉറച്ചിട്ട് പോവൂല, ഇപ്പം തന്നെ കഴുകണം എന്ന് ഭാര്യയോട് പറഞ്ഞുകൊണ്ട് ആയിഷയുടെ ഉപ്പ പൈപ്പിൽ നിന്ന് വെള്ളമടിച്ച് അവളുടെ വണ്ടി കഴുകാൻ തുടങ്ങി. പിറ്റേന്ന് ആയിഷയോട് ഉപ്പ പറഞ്ഞു, മോളെ ആയിഷ, ഉമ്മുമ്മാന്റെ കഷായവും കുഴമ്പും ഒക്കെ തീർന്നു. നാട്ടികയിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ പോയി അത് വാങ്ങിക്കൊണ്ടുവരണം. ഇതാ ചീട്ട്. അവൾ ഡിസ്പെൻസറിയിലെത്തി. അവൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ അക്കു തന്റെ ഉമ്മയെയും കൂട്ടി മരുന്ന് വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആയിഷ അക്കുവിനെ കണ്ടു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അക്കുവിന് ആളെ മനസ്സിലായില്ല. അക്കു വേഗം അവളുടെ അടുത്ത് ചെന്ന്, അയ്യോ ഇതാര്? അവൻ വിസ്മയം പൂണ്ടതുപോലെ ചോദിച്ചു. അവൾ ചിരിച്ചു. ഇതാരാ കൂടെ? എൻ്റെ ഉമ്മയാണ്. ഉമ്മയുടെ 7 മക്കളിൽ ഒരേ ഒരു ആൺതരിയാണ് ഞാൻ. ഏറ്റവും ഇളയത്. 6 പെങ്ങന്മാരും മാരീഡും വെൽ സെറ്റിൽഡുമാണ്. ഇവിടെയാണ് ഉമ്മയെ മുട്ടുവേദനയ്ക്ക് ചികിത്സിക്കുന്നത്. ഉമ്മയ്ക്ക് ഇമ്മാതിരി വിഷയങ്ങളിൽ അലോപ്പതി ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഉമ്മുമ്മയ്ക്കുള്ള കഷായത്തിനും കുഴമ്പിനും വന്നതാണ്. ആണോ? പേര് പറഞ്ഞില്ല. പേര് ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞില്ല. നിങ്ങളുടെ പേരെന്താ? ഞാൻ അക്ബർ. അക്കൂന്ന് എല്ലാവരും വിളിക്കും. ഞാൻ ആയിഷ. ആയിഷു എന്ന് എല്ലാവരും വിളിക്കും. അവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചു. ആയിഷ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്ന് മനസ്സിലായി. അക്കു ദുബായിൽ ഷെയ്ഖിൻ്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ പോകുന്നു. ആയിഷ ഡിസ്പെൻസറിയിൽ നിന്നും മരുന്നൊക്കെ വാങ്ങി പോകാൻ തയ്യാറായി. സൂക്ഷിച്ചു പോണം. ഡ്രൈവിങ്ങിന് ആദ്യം വേണ്ടത് ധൈര്യമാണ് കേട്ടോ. ശരി, ബൈ അക്കു, ഞാൻ പോവുകയാണ്. ഓക്കെ ബൈ, അക്കു കൈവീശി കാണിച്ചു. അവൾ വണ്ടിയെടുത്തു പോയി. ഉമ്മ ചികിത്സയൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ കണ്ടത് അക്കു സ്കൂട്ടറിൽ പോകുന്ന ഒരു പെണ്ണിനെ കൈവീശി ടാറ്റ പറയുന്നതാണ്. ആരാ മോനെ അത്? ഒരു ഫ്രണ്ട്, ആയിഷ. അക്കു ഉമ്മയെയും കാറിൽ കയറ്റി വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അക്കു തൻ്റെ 4ാമത്തെ സഹോദരി ഹബീബത്തയുടെ മകൾ ഷബിനയ്ക്ക് ഒരു സ്കൂട്ടി എടുക്കാൻ അടുത്തുള്ള ഷോറൂമിൽ ചെന്നു. +2 പാസ്സായപ്പോൾ അക്കു പഠിക്കാൻ നല്ല ഉഷാറുള്ള തൻ്റെ മരുമകൾക്ക് വാഗ്ദാനം ചെയ്തതാണ് കോളേജിൽ പോകാൻ വേണ്ടി ഒരു സ്കൂട്ടി വാങ്ങിച്ചു തരാമെന്ന്. അതിനുവേണ്ടി ഷോറൂമിൽ എത്തിയതാണ്. ആയിഷയും അവിടെ ഉണ്ടായിരുന്നു. അവളുടെ സ്കൂട്ടറിൻ്റെ ഫ്രീ സർവീസിന് നേരമായി. അങ്ങനെ വന്നതാണ്. മാത്രമല്ല ഇന്നലത്തെ വീഴ്ചയിൽ എന്തോ പറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. അതും സർവീസ് ചെയ്യണം. അതുകൊണ്ട് രാവിലെ തന്നെ പോന്നതാണ്. അവിടെ വെച്ച് ആയിഷയും അക്ബറും വീണ്ടും പരസ്പരം കണ്ടു. അക്ബറിന്റെ കൂടെ ഷബിനയെ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. ആയിഷ ഓടിച്ചെന്ന് ഷബിനയെ കെട്ടിപ്പിടിച്ചു. ഷബിന ആയിഷയുടെ കൂട്ടുകാരിയാണ്, ക്ലാസ്മേറ്റ് ആണ്. എടി, നീ എന്താ ഇവിടെ? ഈ അക്കു നിന്റെ ആരാ? ആയിഷ ചോദിച്ചു. ഇതെന്റെ അങ്കിളാണ്, അക്കു എന്ന അക്ബർ. ഓൾമോസ്റ്റ് 4 വീലർ അഡ്വഞ്ചർ റൈഡർ. അത് ഞാൻ മിനിഞ്ഞാന്നറിഞ്ഞിരുന്നു അഡ്വഞ്ചർ ഡ്രൈവറാണെന്ന്. ഹലോ, ഡ്രൈവറല്ല റൈഡർ എന്നാണ് ഷബിന പറഞ്ഞത്. അക്കു ആയിഷയെ നോക്കി വിരൽ ഞൊടിച്ചുകൊണ്ട് ശ്രദ്ധ ക്ഷണിച്ചു വരുത്തി. രണ്ടും ഒന്ന് തന്നെ, അവൾ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ഷബിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എന്ത് പറ്റി? എടി, മിനിഞ്ഞാന്ന് ഞാൻ ഉപ്പൂപ്പാൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ പണ്ടാരക്കാല റോഡിലൂടെ പോകുന്നതിൻ്റെ കാറ്റടിച്ച് ഞാൻ കണ്ടത്തിലേക്ക് മറിഞ്ഞു വീണു. അത് കേട്ട് ഷബിനയും പൊട്ടിച്ചിരിച്ചു. ആയിഷയും അക്ബറും പല പ്രാവശ്യം കണ്ടുമുട്ടിയതിന്റെ സ്വാതന്ത്ര്യമെടുത്ത് തമ്മിൽ സംസാരിച്ചപ്പോൾ ഇരുവർക്കും വല്ലാത്ത അടുപ്പം തോന്നി. ഷബിന ആയിഷയെ പ്രോത്സാഹിപ്പിച്ചു. ഇടയ്ക്ക് സ്വകാര്യമായി ആയിഷയെ തഞ്ചത്തിന് കിട്ടിയപ്പോൾ ഷബിന പറഞ്ഞു, വലിയ കോടീശ്വരനാണ് എൻ്റെ അങ്കിൾ. അങ്ങനെ ആരോടും അടുപ്പമൊന്നും കൂടാറില്ല. നിന്നോടെന്തോ പ്രത്യേക അടുപ്പം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്നേഹമായിരിക്കും. നിനക്ക് കിട്ടിയ ചാൻസാണ്. കെട്ടിക്കൂടെ കൂട്ടിക്കോ. നോക്കട്ടെ. സുഹൃത്ബന്ധത്തിനപ്പുറം എന്തോ മുജ്ജന്മ ബന്ധമുള്ള പോലെ അവർ പെട്ടെന്ന് കമ്പനിയായി. അങ്ങനെ അവർ ഏറെ അടുത്തു. പോരാ നേരം ഇരുവരും മൊബൈൽ നമ്പർ കൈമാറി. വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയപ്പോൾ ആയിഷ യാത്രയായി. പോകാൻ നേരം തള്ളവിരലും ചെറിയ വിരലും ചെവിയിൽ ചേർത്ത് കാണിച്ച് വിളിക്കാമെന്ന് ആദ്യം കാണിച്ചു. അക്കു ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി കാണിച്ചു. അപ്പോഴേക്കും രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഷബിനയുടെ വണ്ടി റെഡിയായി. ഷബിന മോളു വണ്ടി എടുത്ത് പൊയ്ക്കോ, ഞാൻ ഇച്ചിരി വൈകും, കാറെടുത്ത് പോകുമ്പോൾ അക്കു പറഞ്ഞു. അന്ന് വൈകിട്ട് ആയിഷ വിളിച്ചു.
അക്കു ആ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഹലോ, അക്കു അല്ലേ? മാധുര്യമൂർന്ന അവളുടെ മൊഴി കാതിൽ വീണപ്പോൾ അക്കുവിന് കുളിർമഴ പെയ്ത പോലെ തോന്നി. അതെ, അക്കു ആണല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും. ഫോണിലൂടെ അവർ ഹൃദയരഹസ്യങ്ങൾ കൈമാറി. ഉള്ളിൽ ഉറവ പൊട്ടുന്ന പ്രണയം അവർ പരസ്പരം പങ്കുവെച്ചു. നേരിട്ട് പറയാനും ചോദിക്കാനും പറ്റാത്ത കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ഇരുവരും ഫോണിലൂടെ വിളിയും സ്നേഹബന്ധവും തുടർന്നു. താൻ വിവാഹത്തിനൊരുങ്ങിയാണെന്നും തനിക്കൊരു പെണ്ണിനെ വേണമെന്നുള്ള ആഗ്രഹം അക്കു ആയിഷയെ അറിയിച്ചു. അവൾക്കും അക്കുവിനെ തൻ്റെ വരനാക്കിയാൽ കൊള്ളാമെന്നായി. അവരങ്ങനെ പ്രേമം തുടർന്നു. തമ്മിൽ ഇഷ്ടമാണെന്നും ഇരുവരും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും വീട്ടുകാരെ അറിയിച്ചു. സമൂഹത്തിൽ നല്ല നിലയിൽ അറിയപ്പെടുന്ന ഇരു കുടുംബങ്ങളും നല്ല ചേർച്ചയായിരിക്കും ഈ ബന്ധത്തിന്. അതോടുകൂടി മുതിർന്നവർ ഇടപെട്ട് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഒരു ദിവസം ആയിഷയോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു, എടി ആയിഷ, നമ്മൾ തമ്മിൽ വിവാഹം വരെ ഉറച്ച സ്ഥിതിക്ക് കുറെ കൂടി സ്വാതന്ത്ര്യമുള്ള പ്രണയ മുഹൂർത്തങ്ങളും ഓർമ്മകളും നമുക്ക് സ്ഥാപിക്കണം. അങ്ങനെ പറഞ്ഞ എന്താ? ഞാൻ കാണിച്ചു തരാം, വാ. അവൻ അവളെയും കൂട്ടി ഇരു വീട്ടുകാരും അറിയാതെയും എന്നാൽ അറിഞ്ഞും പലയിടങ്ങളിലും കറങ്ങി. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, കല്യാണം ഉറപ്പിച്ചില്ലേ, പിന്നെന്താ? അവരുടെ സഞ്ചാരത്തെ അങ്ങനെയേ കണ്ടുള്ളൂ കുടുംബക്കാർ. നിമിഷ നേരം കൊണ്ട് കുറേ ദൂരം വണ്ടി ഓടിക്കാൻ സാധിക്കുന്ന അക്കുവിന് ആ നാട്ടിലുള്ള ദൂരങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരു ദിവസം രാവിലെ തന്നെ കൊടൈക്കനാൽ കാണാൻ പുറപ്പെട്ടു. ദൗർഭാഗ്യമെന്നല്ലേ പറയണ്ടു. എതിരെ വന്ന ഏതോ വണ്ടിക്ക് സൈഡ് കൊടുക്കവേ അക്കുവിൻ്റെ വണ്ടി ഒരു ചെറിയ കൊക്കയിലേക്ക് മറിഞ്ഞു വീണു. എന്നാൽ വണ്ടി ഏതോ മരത്തിൽ കുടുങ്ങി. അക്കു എങ്ങനെയോ പുറത്തിറങ്ങി. വണ്ടിയിലുള്ള ആയിഷക്ക് നെറ്റിത്തടത്തിൽ നല്ല പരിക്ക് പറ്റി. ഒടുവിൽ അവിടത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആയിഷയ്ക്ക് തലയ്ക്ക് കാര്യമായ പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ കുറെ കാലത്തുള്ള ഓർമ്മകൾ നശിച്ചു പോയിരുന്നു. ഇപ്പോൾ അവളുടെ മനസ്സിൽ 10ാം ക്ലാസ് പഠനം വരെയുള്ള ഓർമ്മകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന അക്കുവിനെ കണ്ട് ബോധം തെളിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാനിതെവിടെയാ? അവൾക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. അക്കു നാട്ടിലുള്ള കൂട്ടുകാരെയും ആയിഷയുടെ ഉപ്പയെയും സഹോദരൻ സഫീറിനെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ആയിഷയുടെ സഹോദരൻ സഫീർ അക്കുവിൻ്റെ മുഖത്ത് ആഞ്ഞു തല്ലി. എന്നിട്ട് അവൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് പറഞ്ഞു, നിന്റെ ഈ മരണം പാച്ചിൽ ഇങ്ങനെയൊക്കെ ആകൂന്ന് എനിക്കറിയാടാ. ആക്സിലേറ്റർ ചവിട്ടിയ ഏത് വണ്ടി ഓടും കമ്പനി പറയുന്ന സ്പീഡിൽ. പക്ഷെ ലോകത്താരും ചവിട്ടാറില്ല. കാരണം അവർക്കൊക്കെ തലച്ചോറുണ്ട്, വിവേകമുണ്ട്. നിന്നെപ്പോലെ മണ്ടനല്ല. നീ എന്ത് വലിയ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് വലിയ വേഗത്തിൽ പോയാലും എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ആക്സിഡന്റ് നിനക്കും സംഭവിച്ചില്ലേ? ഇപ്പൊ തന്നെ എൻ്റെ പെങ്ങളെ നീ പകുതിക്ക് കൊന്നില്ലേടാ, നിന്നെ ഞാൻ കൊല്ലുവടാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവൻ ബഹളം വെച്ചു. മതി മതി, അളിയൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ ഒരു തല്ലവൻ കൊള്ളും. അതും അവൻ്റെ തെറ്റ് ഓർത്തതുകൊണ്ട് മാത്രം. ഇനിയും അവൻ്റെ മേലിൽ കൈവച്ച ഞങ്ങൾ നോക്കിയിരിക്കില്ല, മനസ്സിലായോ? അക്കുവിൻ്റെ ഫ്രണ്ട് സഫീറിനെ നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തി. അക്കുവിൻ്റെ മറ്റു കൂട്ടുകാർ ഇരുവരോടും സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ അക്ബർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ആയിഷ ഇങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇട്ടിട്ട് പോകില്ല. ഇവളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ പേടി ആർക്കും വേണ്ട. ഞാൻ തന്നെ കെട്ടും. ആഴ്ചയ്ക്ക് ശേഷം ആയിഷയുടെ അസുഖമൊക്കെ ഭേദപ്പെട്ടു. ഓർമ്മശക്തി മുഴുവനായി വീണ്ടു കിട്ടിയില്ല എന്ന് മാത്രം. അങ്ങനെ അക്കുവിനെ ആയിഷയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവളെ സംബന്ധിച്ചിടത്തോളം അക്കു ഹോസ്പിറ്റലിൽ നിന്നും കൂടെ ഉണ്ടായിരുന്നു. സുഖമായതിനു ശേഷം വീട്ടിൽ വന്നപ്പോൾ 2-3 പ്രാവശ്യം അക്കുവിനെ കണ്ടതുകൊണ്ട് തന്നെ അക്കു തൻ്റെ കല്യാണത്തിന് താല്പര്യവുമായി വരുന്ന ഒരു ചെറുക്കനായിട്ട് മാത്രമാണ് ആയിഷക്ക് അറിയാവുന്നത്. എനിക്ക് 15 വയസ്സല്ലേ ആയുള്ളൂ, എനിക്കെന്തിനാ ഇപ്പോഴേ കല്യാണം, ഞാൻ കുഞ്ഞല്ലേ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതല്ല, നിനക്ക് 18 വയസ്സായെന്നും നീ പ്രായപൂർത്തിയായ പെണ്ണാണെന്നും വിവാഹപ്രായമായി എന്നും ഒക്കെ പറയാൻ ആരും ശ്രമിച്ചില്ല. കാരണം ഡോക്ടർമാർ പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും പറയരുതെന്ന്. അവൾക്ക് ഓർമ്മ സ്വയം വരുമ്പോൾ വരട്ടെ, ഒന്നും ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കരുത്. അതവളെ മാനസികമായി വിഭ്രാന്തിയിലാഴ്ത്തും. ഒരു മിറാക്കിൾ പോലെ ഓർമ്മകൾ തിരിച്ചു വന്നാലായി. അത് പടച്ചവന്റെ കൃപ. അത് വന്നാൽ മാത്രമേ നമുക്ക് പഴയ ആയിഷയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അക്കു ദിവസവും അവിടെ വന്ന് അവളെ തന്നെ കെട്ടണമെന്ന് വാശി പിടിച്ചു. അതുകൊണ്ട് തന്നെ അവർ ആയിഷയെ അക്കുവിന് വലിയ ആർഭാടമോ ആഡംബരമോ ഇല്ലാതെ നിക്കാഹ് കഴിച്ചു കൊടുത്തു. അക്കു അവളെ അവിടെ നിർത്തിയില്ല. അവളെയും കൊണ്ട് അവൻ പറന്നു അങ്ങ് ഗൾഫിലേക്ക് കൊണ്ടുപോയി.
അവന്റെ വസതിയിൽ അവളെ ഓമനിച്ചും ലാളിച്ചും അവൻ ഒരു ഓമന കുഞ്ഞിനെ പോലെ നോക്കി. അവൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നൊക്കെ കൃത്യമായി നൽകാൻ ഒരു ഹോം നഴ്സിനെ റൂമിൽ നിർത്തി. ഒരു ലീവുള്ള ദിവസം അക്കു ആയിഷയെയും കൂട്ടി ഗൾഫിൽ കറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് അക്കു സ്റ്റീം ബാത്ത് നടത്താറുണ്ട്. ഇപ്രാവശ്യം അക്കു അങ്ങനെ സ്റ്റീം ബാത്ത് സെന്ററിലേക്ക് പോകുമ്പോൾ ആയിഷയെ കൂടെ കൂട്ടി. അവളെ അവിടെ വിസിറ്റിംഗ് റൂമിൽ ഇരുത്തിയതിനു ശേഷം അക്കു സ്റ്റീം ബാത്ത് ചെയ്തു തുടങ്ങി. ആയിഷ ഇതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു സ്റ്റീം ബാത്തിൽ കയറി എന്തൊക്കെയോ ബട്ടൺസ് പിടിച്ച് പ്രസ് ചെയ്തു. അവളുടെ ശരീരത്തിലും ആവി കൊള്ളാൻ തുടങ്ങി. ഇതാരും അറിഞ്ഞതേയില്ല. ശരീരത്തിൽ ഇരച്ചു കയറുന്ന ചൂടിന്റെ ഡയറക്ഷനും ക്രമങ്ങളും ഒക്കെ വളരെ അധികമാക്കിയതുകൊണ്ട് അവൾ വല്ലാതെ എരിവരി കൊണ്ട് ചൂടെടുത്ത് പിടയാൻ തുടങ്ങി. ഈ സമയം അക്കു അവന്റെ സ്റ്റീം ബാത്ത് മെഷീനിൽ നിന്നും തല മാത്രം പുറത്തു കിടക്കുകയായിരുന്നു. ഒടുവിൽ ആയിഷയുടെ എന്ന് തോന്നിപ്പിക്കുന്ന വല്ലാത്തൊരു നിലവിളി ഞെരുക്കം കേട്ട് അവൻ വേഗം പുറത്തിറങ്ങി. അപ്പോൾ കണ്ടു ഒരു സ്റ്റീം ബാത്തിൽ കയറി ആയിഷ നിലവിളിക്കുന്നു. അവൻ ഓടിച്ചെന്ന് ബട്ടൺസ് ഓഫ് ചെയ്ത് അവളെ അതിൽ നിന്ന് പുറത്തിറക്കി. അപ്പോഴും അവളുടെ ദേഹത്തു നിന്നും തലയിൽ നിന്നും ആവി പറക്കുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് അക്കുവിനോട് ഞാനെന്താ ഇവിടെ, ഇതേതാ സ്ഥലം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ക്രമം തെറ്റിയ അതിശക്തമായ ചൂടേറിയ സ്റ്റീം ബാത്തിനു ശേഷം അവളുടെ ശരീരത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഓർമ്മശക്തി വീണ്ടും കിട്ടി. അക്കുവിന് സന്തോഷമായി. അവൻ നടന്ന കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിലും അവളുടെ വീട്ടിലും വിളിച്ചു പറഞ്ഞു. അക്കു അവളെ ചികിത്സിക്കുന്ന ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. മിറാക്കിളാണ് സംഭവിച്ചത്. പക്ഷെ അത് അക്കു കരുതുന്നത് പോലെ ചൂടുകൊണ്ടോ തണുപ്പുകൊണ്ടോ സംഗീതം കൊണ്ടോ ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ അതുപോലെ പല പല ഇമോഷണൽ ആയതുകൊണ്ടോ അല്ല സംഭവിക്കുന്നത്. ഇതിനൊക്കെ മെഡിക്കൽ സയൻസിൽ വേറെ പേരാണ് പറയുന്നത്. മാത്രമല്ല പഴയ ഓർമ്മകൾ വീണ്ടും കിട്ടിയെങ്കിലും ആക്സിഡന്റിന് ശേഷം വിവാഹം കഴിഞ്ഞത് ഗൾഫിൽ വരെ എത്തിയ സംഭവങ്ങളും ഒന്നും ഓർമ്മ കാണില്ല. അത് അക്കു വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. മരുന്ന് കുറച്ച് മാസങ്ങൾ കൂടി കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഡോക്ടർ. ഓർമ്മ തിരിച്ചു കിട്ടിയതിനു ശേഷം തന്നെ നോക്കി വിതുമ്പി കരയുന്ന അവൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ കൊടൈക്കനാൽ പോയതിനു ശേഷമുള്ള സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു. തങ്ങൾ കല്യാണം കഴിച്ച കാര്യവും നമ്മുടെ വിവാഹം ഉറപ്പിച്ചു എന്നുള്ള സന്തോഷത്തിൽ തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് നമ്മുടെ വണ്ടി മറിയുകയും അതിനുശേഷം നിനക്കിങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ട നിന്നെ വിവാഹം കഴിക്കാതെ ഒഴിവാക്കാൻ പലരും പറഞ്ഞുവെങ്കിൽ പോലും എൻ്റെ ഒരൊറ്റ നിർബന്ധപ്രകാരം നിന്നെ കല്യാണം കഴിച്ചുവെന്നും അപ്പം തന്നെ ഞാൻ നിന്നെ ദുബായിൽ കൊണ്ടുവന്നുവെന്നും ഇവിടെ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞുവെന്നും ഇപ്പോൾ ഇങ്ങനെ സ്റ്റീം ബാത്ത് ചെയ്യാൻ വന്നതായിരുന്നുവെന്നും അപ്പോഴാണ് നീ ഒരു അബദ്ധം കാണിച്ചത്, അതുവഴി നിനക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയെന്നും അക്കു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അവളത് സ്നേഹപൂർവ്വം ഉൾക്കൊണ്ടു. ആയിഷയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയ വിവരം അറിഞ്ഞ് നാട്ടിലെല്ലാവർക്കും സന്തോഷമായി. എല്ലാം അറിഞ്ഞ ആയിഷ ഒരുപാട് കരഞ്ഞു. തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയതിൽ അവൾക്ക് സന്തോഷം തോന്നുന്നു. ഓർമ്മ നശിച്ച കാമുകിയെ ആരും ഉപേക്ഷിക്കും, എന്നാൽ തൻ്റെ അക്കു തന്നെ കൂടെ തന്നെ കൂട്ടിയിരിക്കുന്നു. ആ അവസ്ഥയിൽ പോലും അതോർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാതെ സ്നേഹവും അഭിമാനവും തോന്നി. അവൾക്ക് അവനെ സ്നേഹം കൊണ്ട് പൊതിയാൻ തോന്നിയ ആ നിമിഷം ഒരു ഉമ്മ കൊടുത്തു. അക്കുവിൻ്റെ സന്തോഷം പറയേണ്ടതില്ല. അങ്ങനെ സ്പെഷ്യൽ ലീവ് എടുത്ത് ആയിഷയെയും കൊണ്ട് അക്കു നാട്ടിലെത്തി. വീട്ടുകാരും ബന്ധുക്കളും അക്കുവിൻ്റെ കൂട്ടുകാരും അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അക്കുവിൻ്റെയും ആയിഷയുടെയും ചിരിയും കളിയും കൊണ്ട് ആ വീടും പിന്നെ ആ നാടും സന്തോഷം കൊണ്ട് നിറഞ്ഞു.